ഈ കൊട്ട ബോട്ടാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നമ്മുടെ മലയാളത്തിൽ നരൻ എന്ന് പറഞ്ഞൊരു മൂവി എടുത്തിട്ടുണ്ട്, മോഹൻലാലിന്റെ നരൻ എന്ന് പറയുന്ന മൂവി നമ്മുടെ ഹൊക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മൂവി എടുത്ത ഭാഗം ഇത് തന്നെയാണ് നരനില് ആ ഒരു ഭാഗം ഇത് തന്നെയാണ്. ഇനി ഞങ്ങള് ഇവിടെ നിന്ന് യാത്രയായിട്ട് ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ ഇനി ഈ കടലിലൂടെ ഈ ഒരു നദിയിലൂടെ തന്നെ പോവുകയാണ്. ഇത് കാവേരി നദിയാണ്. കർണാടകയും തമിഴ്നാട്ടിലും ബന്ധിപ്പിക്കുന്ന കാവേരി നദിയാണ് ഇത്. ഞങ്ങൾ ബോട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, തോണിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഹൗസ് ബോട്ടിലൂടെ പോയിട്ടുണ്ട്. ഇത് വേറൊരു കൺസെപ്റ്റ്. ഇതൊന്ന് കൊട്ടവഞ്ചി. അദ്ദേഹം നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ പുള്ളിയാണ്. നിങ്ങളുടെ യാത്രയാണ് കാവേരി നദിയാണ്. കാവേരി നദിയിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്നു. ഇതാ നമ്മളിപ്പോൾ നദിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള നദി എന്ന് വേണം പറയാം. കാവേരി നദി അത് ഇതാ 2 ഭാഗത്തും കുറേ മരങ്ങളും പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ഞാൻ ഇവിടെ 2017 വന്നിട്ടുണ്ടായിരുന്നു, അത്ര വെള്ളമില്ല ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ പോകുന്ന തന്നെ ഈ നയാഗ്ര വെള്ളച്ചാട്ടം പോലത്തെ ഇവിടെ വലിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഇതേ പറഞ്ഞു ഇതേ നദിയുടെ വേറൊരു വഴിയാണത്. ഈ നദിയും കാരണം 1, 2, 3 വഴിയൊക്കെ ഉണ്ട്, എല്ലാം കൂടെ കൂടിച്ചേരുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ബ്രിഡ്ജ് എന്തോടെ പണിയേണ്ടത് തോന്നുന്നു. ഇതാണ് ഹൊക്കനക്കൽ വാട്ടർഫാൾസ്. നമുക്ക് ഇന്ത്യയിലെ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് നമുക്ക് ഈ വാട്ടർഫാൾസിനെ വിളിക്കാം. നമുക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് ഇവിടെ 2015 ബാഹുബലി 1 ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ബാഹുബലി 1 കുറേയൊക്കെ ഈ സീൻസൊക്കെ ഈ ഹൊക്കനക്കൽ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് എടുത്തിട്ടായിരുന്നു.